സ്പോർട്സിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റിലേക്ക് സ്വാഗതം. ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ പുറമെയാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു അകത്തൊരു സ്റ്റുഡിയോയിൽ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ പുറമെ എവിടെയെങ്കിലുമൊക്കെ ഒരു പ്ലേസിൽ ഒരു നാച്ചുറൽ പോഡ്കാസ്റ്റ് എന്നുള്ള നിലയിലാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഞങ്ങൾ മൊത്തത്തിലൊന്ന് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്താണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഹോം ഗ്രൗണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. മെസ്സി വരും 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോലാഹലങ്ങളൊക്കെ സൃഷ്ടിച്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോ പഴയതിനേക്കാൾ ഈ സ്റ്റേഡിയത്തിന്റെ പരിസരമൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് അല്ലെ? സോ നമുക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ടോപ്പിക് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിന്റെ ഒരു മൊത്തത്തിലുള്ള വിലയിരുത്തൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ? സത്യം പറഞ്ഞാൽ ഇന്ത്യൻ താരങ്ങളും എല്ലാവരും മലയാളികളും നന്ദി പറയേണ്ടത് ഒരേ ഒരാളുള്ള ഹാരി ബ്രൂക്ക്, ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ. കാരണം സഞ്ജു 15ാമത്തെ റണ്ണിൽ ഒരു ക്യാച്ച് കൊടുത്ത് അദ്ദേഹം ഡ്രോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ കഴിഞ്ഞ സെമി ഫൈനൽ റിസൾട്ട് ചിലപ്പം വേറെ ഒന്നായാൽ. കാരണം സഞ്ജു 15 റൺസ് എടുത്ത് നിൽക്കുമ്പോഴാണ് ആ ക്യാച്ച് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യാച്ചാണ്, വളരെ ടഫ് ആയിട്ടുള്ള ക്യാച്ച് ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടൊരു ക്യാച്ച്. പക്ഷെ ബ്രൂക്ക് അത് വിട്ടുകളഞ്ഞു. അത് കഴിഞ്ഞിട്ട് സഞ്ജു ഇൻഡിവിജ്വൽ സ്കോറായിട്ട് സ്കോർ ബോർഡിൽ ചേർത്തത് തന്നെ 74 റൺസാണ്. ആ 74 റൺസ് അടിച്ചതിന്റെ ആ സ്ട്രൈക്ക് റേറ്റിന്റെ ആ ഒരു നിലനിൽപ്പിന്റെ അനന്തര ഫലമായിട്ടാണ് ഇന്ത്യ 250+ എന്നുള്ളൊരു സ്കോറിലേക്ക് എത്തിയത്. അതല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ ഒരു 200 താഴെ സ്കോർ ബോർഡ് വന്നിരുന്നെങ്കിൽ ചിലപ്പോ എളുപ്പത്തിന് അവർ അടിച്ചെടുത്തു. ഇംഗ്ലണ്ടിന്റെ കളി നമ്മൾ കണ്ടാണ്, മറ്റേ ടോം ബെദേല് ഒരു രക്ഷയില്ലാത്ത കളി. ജേക്കബ് ബെദേല് ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു. കാരണം നമ്മൾ കണ്ടു ഇന്ത്യ സുഖമായിട്ട് ജയിക്കും. അതായത് ആദ്യത്തെ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യ ജയിച്ചു. ഇന്ത്യ ജയിച്ചു എന്ന് ഉറപ്പിച്ച ഒരു കളിയാണ് മറ്റേ ജേക്കബ് ബെദേൽ എന്ന് പറഞ്ഞ താരം ഇന്ത്യ ഒരു നിമിഷം പേടിപ്പിച്ചു. ഇന്ത്യ ഷുവർ ഷോട്ട് ആയിട്ട് ജയിക്കും, സിമ്പിൾ ആയിട്ട് ഇന്ത്യ ജയിക്കും എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് ജേക്കബ് ബെദേൽ എന്ന് പറയുന്ന 22 വയസ്സുകാരന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടത്. കാരണം അക്ഷരാർത്ഥത്തിൽ സ്റ്റേഡിയം മൊത്തം, വാങ്കഡെ സ്റ്റേഡിയം മൊത്തം സൈലന്റ് ആയി പോയി. അത്രയും നേരം ഭയങ്കര ഹൈ വോൾട്ടേജിൽ നിന്നിരുന്ന ഫാൻസ് എല്ലാവരും ഒരുതരം ശ്മശാന മൂകതയിലേക്ക് പോയി. അതായിരുന്നു ജേക്കബ് ബെദേൽ എന്ന ഒറ്റയാൾ പോരാളിയുടെ ഒരു പ്രഭാവം. വെറും 22 വയസ്സിൽ ജേക്കബ് ബെദേൽ കാണിച്ച മാസൊന്നും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വേറെ ആരിൽ നിന്നും, അല്ലെ? ഇന്ത്യൻ ടീമിലാണെങ്കിൽ പോലും ഇന്ത്യൻ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് സഞ്ജുവിന്റെ 89 റൺ വളരെ മികച്ചതാണ്, നല്ലൊരു ഇന്നിങ്സ് ആണ്. കാരണം വെസ്റ്റ് ഇൻഡീസുമായിട്ട് കളിച്ചേണ്ട ഒരു തുടക്കമാണ് സഞ്ജു ഫോം തുടർന്നു. അതെ, ഇംഗ്ലണ്ടുമായിട്ടാണ്. കാരണം നല്ല അടിപൊളി ക്ലാസിക് ഷോട്ടും പവർ ഷോട്ടും ആയിരുന്നു സഞ്ജുവിന്റെ. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് വേറെ 2 പേരാണ്. അക്സർ പട്ടേലിന്റെ ഒരു മികച്ച ഒരു ക്യാച്ചും മികച്ച ഒരു വിക്കറ്റ്. നിർണായക ഒന്ന് ക്യാച്ച് എടുത്ത് ദുബൈക്ക് എറിഞ്ഞു കൊടുത്തു ബൗണ്ടറിന്ന് ഒരു മനോഹരമായ ക്യാച്ച്. പിന്നെ ആദ്യത്തെ ക്യാച്ച്, അതായത് അവരുടെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെ ഒരു ക്യാച്ച് പുറകോട്ട് ഓടിപ്പോയിട്ട് ഒരു 10-24 മീറ്റർ പുറകോട്ട് പോയിട്ട് പവർ പ്ലേനാണ് ചാടി എടുത്തത്. അത് ഒരു താരത്തെ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് പുറകോട്ട് പോയി എടുക്കുക എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും നേരെ വരുന്ന പോലെയല്ല, നമ്മൾ തിരിഞ്ഞോടിയിട്ട് രൂപം വെച്ച് ഒരു ക്യാച്ച് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയുടെ മറ്റേ 18ാമത്തെ ഓവർ, അത് 6 റണ്ണാണ്, വെറും 6 റണ്ണ്. ആ ഒരു ഓവർ തന്നെ ഇന്ത്യക്ക് കൈ കുറച്ചത്. അതുപോലെ ഹാർദിക് പാണ്ഡ്യ 19ാമത്തെ ഓവർ ഒരു 6 വഴങ്ങിയെങ്കിലും പിന്നെ അതിമനോഹരമായ ഒരു തിരിച്ചുവരവാണ് ഹാർദിക് പാണ്ഡ്യയുടെ സൈഡിൽ നിന്ന് കണ്ടത്. കാര്യം അത് കഴിഞ്ഞിട്ട് സാങ്കറിനെയൊക്കെ ഔട്ടാക്കുന്ന നമ്മൾ കണ്ടു. പിന്നെ ലാസ്റ്റ് ഓവറത്തിന് 6 ബോൾ 30 റണ്ണ് വേണ്ടപ്പം തന്നെ ഒരു ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ത്രോയിൽ റൺഔട്ട്, അതായത് ജേക്കബ് ബെദേൽ, അത് ഹാർദിക് പാണ്ഡ്യയും സഞ്ജുവിന്റെ ഒരു മികച്ച ഒരു റൺഔട്ടും കൂടി ആയിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു കളി, എല്ലാവരും തന്നെ അത്യാവശ്യം ഒരു ടീം വർക്ക് ആയിട്ട് കളി കാണാൻ പറ്റി. സത്യം. അതായത് മുൻപത്തെ മാച്ച്, അതായത് വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള മുൻപത്തെ മാച്ച് ക്വാർട്ടർ ഫൈനൽ സഞ്ജുവിന്റെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്നൊക്കെ പറയാമെങ്കിലും അത് കഴിഞ്ഞുള്ള സെമി ഫൈനൽ പോരാട്ടം, ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം ശരിക്കും ഒരു ടീം വർക്കിന്റെ ഒരു വിജയമായിരുന്നു. അതൊരിക്കലും ഒരാളുടെ പേരിൽ മാത്രം അടയാളപ്പെടുത്താൻ പറ്റില്ല. ഇംഗ്ലണ്ട് ജയിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ജേക്കബ് ബെത്തലിന്റെ പേരിൽ ആ മത്സരം അടയാളപ്പെടുത്തിയാണ്. കാരണം
അങ്ങനത്തെ ഒരു ഐതിഹാസിക ഇന്നിങ്സ് ആണ് ജേക്കബ് ബത്തൽ കാഴ്ചവെച്ചത്. ശരിക്കും പറഞ്ഞ ഫാനായി പോയി, അതെ. ഞാൻ ശരിക്കും ഫാനായി പോയി. ഒരു 22 വയസ്സുകാരൻ ഇത്ര ലോകകപ്പ് പോലെ സെമി ഫൈനൽ ഇതുപോലത്തെ ഒരു കളി കളിക്കണേ. കാരണം ജോസ് ബള്ളറെ പോലുള്ള ഒരു എക്സ്പീരിയൻസ് പ്ലെയർ പോലും കുറച്ച് ഫോമിലല്ലായ്മ ആയിരിക്കണം എങ്കിൽ പോലും അദ്ദേഹം വരെ ഇച്ചിരി ബുദ്ധിമുട്ടിയ സ്ഥലത്ത് ഒരു 22 വയസ്സുകാരൻ ജേക്കബ് ബദൽ അതുപോലത്തെ ഒരു കളി, അതായത് ഇന്ത്യൻ തീർച്ചയായിട്ടും താരങ്ങൾ വരെ അത്രയ്ക്ക് പേടിച്ചു പോയി. അതായത് ഇന്ത്യയിലെ ബാങ്കടയിലെ സാംകരൻ പറഞ്ഞു ബാങ്കടയിലെ ജനങ്ങൾ നിശബ്ദമായിരിക്കുന്നു. പക്ഷേ അത് സാംകരൻ ഉദ്ദേശിച്ചത് ഇംഗ്ലണ്ട് ജയിക്കുമെന്നാണ്. എങ്കിൽ പോലും ഇംഗ്ലണ്ട് ജയിച്ചില്ലെങ്കിൽ പോലും ഒരു നിമിഷം ഒരു നിമിഷമല്ല, വാങ്കഡ ഒരുപാട് നിമിഷം. ആ അതെ അവസാനത്തെ ഓവർ വരെ, അതായത് ജേക്കബ് ബത്തൽ റൺഔട്ട് ആവുന്നതിന് മുമ്പ് വരെ നിശബ്ദമായിരുന്നു വാങ്കഡെ സ്റ്റേഡിയം. അതായത് അവസാനത്തെ ഓവറിൽ 30 റൺസ് വേണം ജയിക്കാനായിട്ട്. പക്ഷെ ജേക്കബ് ബത്തൽ ക്രീസിൽ എത്തിയാൽ അതുപോലും അടിക്കും എന്നുള്ള പേടിയായിരുന്നു നമുക്ക്. അതെ എല്ലാവർക്കും ആ ഭയം ഉണ്ടായിരുന്നു. അതായത് 5 സിക്സ് അടിക്കണം 30 റൺസ് തികയ്ക്കാനായിട്ട്. ലാസ്റ്റ് 5 സിക്സ് വരെ ജേക്കബ് ബത്തലിന്റെ ബാറ്റിൽ നിന്ന് വന്നേക്കാം എന്നുള്ളൊരു ഭയം ഉണ്ടല്ലോ. ആ ഭയമാണ്, അതായത് നിന്റെ മുമ്പിൽ 1000 പേരെന്നുള്ള ധൈര്യത്തിനേക്കാൾ നീ നീ ഒരുത്തൻ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം ആ 1000 പേർക്കുണ്ടെങ്കിൽ എന്ന് നമ്മൾ KGF ഡയലോഗ് പറയില്ലേ, ആ ഡയലോഗിനൊക്കെ അനുസ്മരിപ്പിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു. ആ ഒരൊറ്റ ആള് ഇന്ത്യയുടെ വിധി തന്നെ മാറ്റിമറിച്ചാനെ. പക്ഷെ എന്തോ ഈ പറയുന്ന പോലെ അന്ന് ഇന്ത്യ ജയിക്കുകയായിരുന്നു, ഇന്ത്യയുടെ വിജയമായിരുന്നു അന്നത്തെ ഒരു വിധി. അതുകൊണ്ട് തന്നെ ജേക്കബ് ബത്തലിന്റെ ആ ഒരു ഇന്നിങ്സ് വേസ്റ്റ് ആയി എന്ന് പറയുന്നില്ല. പറ്റുന്നില്ല. പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇന്നിങ്സ് ശരിക്കും ഒരുപാട് നമ്മൾ ഒന്നിനെ അഹങ്കരിക്കരുത് എന്നുള്ളൊരു സൂചനയാണ്. കാരണം 2020 ക്രിക്കറ്റിലും മറ്റൊക്കെ എന്തും സംഭവിക്കാം അല്ലേ. അതെ. നമ്മൾ വിചാരിക്കാത്ത ലെവലിലുള്ള ഒരു പെർഫോമൻസ് ചിലപ്പോൾ കാരണം ഒരാൾ ഒരു കാഴ്ചവെക്കാം. 200-230 റണ്ണൊക്കെ ഇന്ത്യ എടുത്തിരുന്നെങ്കിൽ ചിലപ്പം ഇംഗ്ലണ്ട് സുഖമായിട്ട് ജയിച്ചാൽ. അതെ അതെ തീർച്ചയായിട്ടും. അതെ. ഈ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി വളരെ മോശം എന്ന് വളരെ തന്നെ ഞാൻ മോശമാണ്. പറയും. കാരണം കഴിഞ്ഞ തവണ ക്യാപ്റ്റൻസി എങ്കിലും നന്നായിരുന്നല്ലോ എന്ന് ഇവൻ പറയുന്നു. പക്ഷെ ക്യാപ്റ്റൻസി വളരെ മോശമാണ്. കാരണം അവസാനം ശിവൻ ദുബെക്ക് കൊടുത്തെങ്കിലും 6 റൺസിനാണ് ഇന്ത്യ തോറ്റത്. അതെ, അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലാസ്റ്റ് ഓവർ ശിവൻ ദുബൈക്ക് കൊടുത്തതിന്റെ 24 പിറ്റേന്ന് റൺസാണ് ശിവൻ ദുബെ കൊടുക്കുന്ന ആവശ്യമില്ല. ആവശ്യമില്ലായിരുന്നു. പക്ഷെ പുള്ളി ക്യാപ്റ്റൻസി വലിയ മലത്താൻ നോക്കിയതാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ആർച്ചർ 4 സിക്സ് ആണ് പറത്തു, 3 സിക്സ് 3 സിക്സ് അടുപ്പിച്ച് 3 സിക്സ്. അപ്പോ അങ്ങനെ ഒരു നിർണായക ടൈമിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഓവർ കൊടുക്കുന്നത്? കാരണം മാസ് കാണിക്കാൻ വേണ്ടി, ധോണിനൊക്കെ പോലെ മാസ് കാണിക്കാൻ വേണ്ടി അതും കൊടുക്കുന്നത്. അക്ഷർ പട്ടേലിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ബോളർ ഒരു ഓവർ മിച്ചമുള്ളപ്പം അദ്ദേഹത്തിന് കൊടുക്കാൻ നല്ല കാരണം അക്ഷർ പട്ടേലിന്റെ കളിയായി മാറിയാനെ ആ ലാസ്റ്റ് ഓവർ കൂടി കൊടുത്തിരുന്നെങ്കിൽ അല്ലേ. ഒരു നിർണായക സമയത്ത് അദ്ദേഹം ഒരു വിക്കറ്റ് എടുത്താണ് 2 ചിലപ്പോ ക്യാച്ച് അക്ഷർ പട്ടേൽ ചിലപ്പോ മാൻ ഓഫ് ദ കിട്ടിയാണ്, ഒരു 2 വിക്കറ്റ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ അല്ലേ. ഒരു വിക്കറ്റ് അദ്ദേഹം എടുത്തായിരുന്നു, പിന്നെ 2 ക്യാച്ച്. പക്ഷേ ലാസ്റ്റ് ഓവർ അദ്ദേഹത്തിന് ഉള്ളപ്പം ശിവൻ ദുബൈക്ക് കൊടുക്കേണ്ട ഒരു എനിക്ക് ആവശ്യമില്ലായിരുന്നു. തോന്നുന്നത് ജേക്കബ് ബത്തലിനെ പേടിച്ചിട്ടായിരിക്കും. ജേക്കബ് ബത്തലിനെ പേടിച്ചൊന്നുമല്ല, എങ്കിൽ പോലും എന്നിട്ട് പോയി 3 സിക്സ് ആർച്ചർ അടിച്ചു. ആർച്ചർ അടിച്ചു. അതെ അതെ ആർച്ചർ പറഞ്ഞവനും പോണവനൊക്കെ അടിച്ചൊരു കളിയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പിറന്ന കളി, ഫോറുകൾ പിറന്ന കളി അല്ലേ. ഗ്രൗണ്ട് ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു, അതും പറയാനുണ്ട്. ബോളർമാർക്ക് ഭയങ്കര പാടുള്ള പിച്ചാണ് ഇപ്പോ ഫ്ലാറ്റ് പിച്ച്. ബ്രൂക്ക് ടോസ് കിട്ടിയതിന് ശേഷം എന്തുകൊണ്ട് ബോളിംഗ് തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമുക്ക് ശരിക്കും കളിയിൽ നിന്ന് തന്നെ കിട്ടി. കാരണം എത്ര വലിയ സ്കോർ അടിച്ചാലും തിരിച്ചടിക്കാനുള്ള ഒരു റേഞ്ച് ഉള്ള ഒരു ഗ്രൗണ്ട് ആയിരുന്നു, പ്രത്യേകിച്ച് വാങ്കഡെ സ്റ്റേഡിയം. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റേഡിയം. 499 റണ്ണാണ് 2 ടീമുകൾ അടിച്ചെടുത്തത്. അല്ല, മനോഹരമായ ഒരു സ്റ്റേഡിയം, ഭയങ്കര ലക്കി സ്റ്റേഡിയമാണ് ഇന്ത്യക്ക്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വാങ്കഡെ സ്റ്റേഡിയം തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പറഞ്ഞ 2011 വേൾഡ് കപ്പ് ധോണി 6 അടിച്ച് ജയിക്കുന്ന, അത് വേറെ ഒന്നുമില്ല. അത്രയ്ക്ക് ഇന്ത്യക്ക് ഒരു ലക്കി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണ്. ആംബിയൻസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, IPL മുംബൈ ഇന്ത്യൻസ് ഫാനായ എനിക്ക് അതും ഒരു ഇതാണ്. മുംബൈനെ വാങ്കഡ എത്ര തവണ IPL ഒരു തന്നെ എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് വരുന്ന മുമ്പ് മിക്കതും ഫൈനല് വാങ്കഡയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ധോണി 2011 വേൾഡ് കപ്പ് ജയിപ്പിച്ച കാര്യം പറഞ്ഞപ്പോ തന്നെ ധോണിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷോട്ട് സഞ്ജു കളിച്ചത് കണ്ടായിരുന്നു. ഒരു ഓഫ് സൈഡിലേക്ക് ഒരു നല്ലൊരു ഫ്ലിക്ക് ചെയ്തിട്ട് നല്ലൊരു സിക്സ്. സച്ചിൻ, ധോണി, വീരേന്ദ്ര സെഹ്വാഗ് കളിച്ചിട്ടുണ്ടെങ്കിലും ആ ധോണി 2011 കളിച്ച അതേ ഷോട്ടിന്റെ ഒരു റിപ്ലിക്ക പോലത്തെ ഒരു ഷോട്ടാണ് സഞ്ജു സാംസൺ കളിച്ചത്. ശരിക്കും ധോണിനെ ഓർമ്മ വന്നു. പലരും ദേജാവു മൊമെന്റിലേക്കൊക്കെ പോയിട്ടുണ്ടാവും സഞ്ജു ആ ഷോട്ട് കളിച്ചപ്പോ അല്ലെ. തീർച്ചയായിട്ടും ഒരു മനോഹരമായ ഷോട്ടായിരുന്നു സഞ്ജു കളിച്ചത്. സഞ്ജു വളരെ എന്താ പറയാ, ഒട്ടും ആ ഒരു 15 റൺസ് നിൽക്കുമ്പോ ഒരു ക്യാച്ച് കൊടുത്തതല്ലാതെ ഒരു തരത്തിലും ഒരു വിക്കറ്റിനുള്ള ചാൻസ് സഞ്ജു കൊടുത്തിട്ടില്ല. അതൊരു വലിയ ഒരു പരിചയസമ്പത്തിന്റെ ഒരു അനന്തരഫലമാണ് അല്ലെ. പക്ഷെ 89 റണ്ണിൽ അദ്ദേഹം ഔട്ടായി പന്ത്, അത് വളരെ മോശം പന്താണ്. കാരണം വൈഡ് കൊണ്ട് പന്ത് അദ്ദേഹം കീറിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല, അത് വിട്ടാൽ മതിയായിരുന്നു. കാരണം വൈഡായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മിച്ചം 7 ഓവർ മിച്ചം ഉണ്ടായിരുന്നു, ഒരു പ്രഷറും ഇല്ലാത്ത സമയം സുഖമായിട്ട് സെഞ്ചുറി അടിക്കാൻ പറ്റും. സെഞ്ചുറി അല്ല, ടീമിന് എത്ര സ്കോർ കൂട്ടാൻ പറ്റും അത്ര സ്കോർ കൂട്ടാൻ പറ്റും. സെൽഫ്ലെസ് ആയിട്ടാണ് അദ്ദേഹം കളിച്ചത്. കഴിഞ്ഞ നമ്മൾ കണ്ടു
വീരേന്ദ്ര സെവാഗിന് ശേഷം സെപ്ലേഴ്സർ ആയിട്ട് ഒരു ഓപ്പണർ എന്ന് പറയുന്നത് സഞ്ജു വന്ന്. കാരണം നമുക്ക് പണ്ടറിയാം വീരേന്ദ്ര സെവാഗ് നമ്മള് ധോണിയെയും സച്ചിനെയും എല്ലാം പക്ഷെ വീരേന്ദ്ര സെവാഗ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഓപ്പണർ ഉണ്ടായി കിട്ടുക. ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് തുടങ്ങുക. ഇതുപോലെ അടി എന്ന് പറഞ്ഞ 1.5 അടി അങ്ങനത്തെ ഒരു ബാറ്റിംഗ് ആണ് സത്യം പറഞ്ഞ ഇപ്പം സഞ്ജു ഓപ്പണിംഗ് ആയിട്ട് ഇപ്പം അതായത് ചെയ്യുന്നത്. സ്വന്തം റെക്കോർഡുകളെ കുറിച്ചോ ഒരു സെഞ്ചുറി അടിക്കണമെന്നോ ഒരു 50 അടിക്കണമെന്നോ ഉള്ള ആഗ്രഹങ്ങളെക്കാൾ ഉപരി തന്റെ ടീമിന് എത്രത്തോളം റൺസ്, എത്രത്തോളം പവർ ഹിറ്റിംഗ് കൊടുക്കാൻ പറ്റും, എത്രത്തോളം സിക്സുകൾ ആഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഫോറുകൾ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഒരിക്കലും സഞ്ജു ഡബിളിന് വേണ്ടിയോ സിംഗിളിന് വേണ്ടിയോ കളിക്കുന്നില്ല. സഞ്ജു ഹിറ്റ് ചെയ്യാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അതിപ്പോ ഇനി കംഫർട്ടബിൾ അല്ലാത്ത ബോളറെ പോലെ 2 ബോൾ സഞ്ജുവിന് മുട്ടേണ്ടി വന്നാൽ കൂടി സഞ്ജു അടുത്ത ബോൾ അടിക്കുകയാണ്. അതും അദ്ദേഹത്തിന്റെ ഷോട്ട് ഒക്കെ അതിമനോഹരമാണ്. ഇപ്പൊ ഷോട്ട് സെലക്ഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കാരണം ത്രൂഔട്ട് എല്ലാ ഏരിയസും സഞ്ജു കളിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഷോട്ട് ഒക്കെ ആണെങ്കിൽ എന്നെ രസമാണ്. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇംഗ്ലണ്ടിനെതിരെ 2 അതിമനോഹരമായ ഒരു ഗ്രൗണ്ട് ഷോട്ട് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ, കണ്ടിരിക്കാൻ തന്നെ അടിപൊളിയാണ് അദ്ദേഹം അടിക്കുന്ന. ഇപ്പൊ സഞ്ജു സെൽഫ്ലെസ് പ്ലെയർ ആണെന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ ആരാധകർക്കും മറ്റുമാണ് ഏറ്റവും കൂടുതൽ സഞ്ജു ഒരു സെഞ്ചുറി അടിക്കണം, 50 അടിക്കണം എന്നൊക്കെ ആഗ്രഹം. സഞ്ജുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സഞ്ജു ഒരു സിമ്പിൾ ആയിട്ട് മുട്ടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സെഞ്ചുറിയിലോട്ട് എത്താമായിരുന്നു. പക്ഷേ ആരാധകർക്കാണ്, ഇപ്പൊ സഞ്ജു ഫാൻസിനാണ്, ഇന്ത്യയിൽ മൊത്തമുള്ള സഞ്ജു ഫാൻസിനാണ് ഇപ്പൊ സഞ്ജു ഒരു സെഞ്ചുറി അടിക്കണം എന്നുള്ള ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്. സഞ്ജുവിന് അത്തരത്തിലൊരു ആഗ്രഹമുള്ളതായിട്ട് പറയുന്നില്ല. കാരണം പ്രസ് കോൺഫറൻസിൽ പോലും സഞ്ജുവിനോട് സെഞ്ചുറി 2 കളിയിലും മിസ്സായാലും എന്ന് പറഞ്ഞപ്പോ സഞ്ജു പറഞ്ഞത് ഞാൻ ആ സെഞ്ചുറി ആയിട്ടല്ല അതിനെ കാണുന്നത്, ആ ഒരു 87-89 റൺ എടുത്തത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ്. ഒരു ഭാഗ്യവും ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അതായത് 97 റൺസ് ക്വാർട്ടർ ഫൈനലിൽ, 89 റൺസ് സെമി ഫൈനലിൽ അടിച്ച ആ 2 നോക്ക് തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നില്ലേ? അതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെന്താ പറയാ, സെഞ്ചുറി കിട്ടാന്നുള്ളതൊക്കെ ഒരു ലക്കാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അൺലക്കി ആയിട്ട് ലൈഫിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പൊ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ലക്കൊക്കെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു 97-89 റൺസ് ഒക്കെ വളരെ ലക്കി ആയിട്ട് തന്നെ പുള്ളി കാണുന്നത് അല്ലെ. ക്യാച്ച് വിട്ട് കളഞ്ഞതിനെ പറ്റി തന്നെ സഞ്ജുനോട് ചോദിച്ചപ്പോ സഞ്ജു പറഞ്ഞു, ഇത്ര നാൾ എനിക്ക് അൺലക്കി ആയിരുന്നു, ഇപ്പൊ ഒരു ലക്കി ആയിട്ട് വന്നത് കൂട്ടിയാൽ മതി എന്നാണ്. സെഞ്ചുറിയും കിട്ടണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ ചിലപ്പോ വീണ്ടും ഒരു അഹങ്കാരം പോലെയാവും. കാരണം ഈ 15 റൺസിൽ സഞ്ജു ഔട്ട് ആവുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കി. വെറും 15 റൺസിൽ സഞ്ജു ഔട്ട് ആവുകയാണ്. അപ്പൊ നമുക്ക് 89 റൺസിന്റെ ഒരു ആഘോഷം പോലും കിട്ടില്ല. നമുക്ക് ഭയങ്കര നിരാശയായി പോകാൻ. പക്ഷെ ഇപ്പൊ സെഞ്ചുറി അടിച്ചില്ല എന്നുള്ള നിരാശയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കുക. ഇന്ത്യയുടെ ജയമാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്നിരുന്നാലും ഫൈനലില് സഞ്ജുവിന്റെ സെഞ്ചുറിയുടെ ബലത്തില് ഇന്ത്യ ജയിക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് അല്ലെ. ഫൈനലിൽ സഞ്ജു സെഞ്ചുറി അടിച്ച് ഇന്ത്യ വിജയത്തിലേറി, ഇന്ത്യ കപ്പ് ഉയർത്തി എന്നുള്ളൊരു വാർത്ത. പിന്നെ മാൻ ഓഫ് ദ ടൂർണമെന്റ് സെഞ്ചുറി അടിച്ച് ഉറപ്പാണ് മാൻ ഓഫ് ദ ടൂർണമെന്റ്. എനിക്ക് വേറെ സഞ്ജു സെഞ്ചുറി ഈ ലോകത്ത് സത്യം പറഞ്ഞ സഞ്ജുന്റെ ലോകപ്പല്ല. കാരണം 4 കളി കളിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ 6 ഉള്ള റെക്കോർഡ്, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള റെക്കോർഡ്, മാൻ ഓഫ് ദി ടൂർണമെന്റ് ലിസ്റ്റ്, ഇതെല്ലാം നോക്കൌട്ട് ഗെയിംസ്. അതായത് ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനലൊക്കെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് സഞ്ജുവിന്റെ പേരില്ല. അതിപ്പോ ഇന്നത്തെ കളിയിലാണെങ്കിൽ പോലും വിരാട് കോഹ്ലിയുടെ റെക്കോർഡിന് ഒപ്പമാണ് അദ്ദേഹം വന്നിരിക്കുന്നത് 89 റൺ. കാരണം വിരാട് കോഹ്ലി 47 ബോൾ 89 ആണെങ്കിൽ സഞ്ജു 42 ബോൾ 89 റണ്ണാണ് എടുത്താക്കുന്നത്. തീർച്ചയായും. അപ്പൊ സഞ്ജുവിന് ഒരു ഓൾ ദി ബെസ്റ്റ്. സെമി ഫൈനൽ മത്സരത്തിന് നമ്മളെ കോരിത്തെറിപ്പിച്ച പോലെ, ക്വാർട്ടർ ഫൈനലിൽ കോരിത്തെറിപ്പിച്ച പോലെ ഫൈനലിൽ ഒരു സെഞ്ചുറിയിലൂടെ ഇനിയൊന്ന് സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാണ് ഭാവി. ഇത് കഴിയുന്നതോടുകൂടി സൂര്യകുമാർ യാദവ് വിരമിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നിട്ട് സഞ്ജുവില് ആ ഒരു ക്യാപ്റ്റൻസി ഭദ്രമാക്കണം. കാരണം എല്ലാവരും ഇപ്പൊ പറഞ്ഞു തുടങ്ങി, സഞ്ജുവിന്റെ പ്രസ് മീറ്റും കോൺഫറൻസും ഒക്കെ കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു തുടങ്ങി സഞ്ജുവിൽ ഒരു ക്യാപ്റ്റന്റേതായ കുറെ ഗുണങ്ങളുണ്ട്. മഹേന്ദ്ര സിംഗ് ധോണിയുടെ വൈബാണ് സഞ്ജു എന്ന് പറഞ്ഞത്. MS ധോണിയുടെ ഒരു ഫീലിംഗ് ആണ് സഞ്ജു. കാരണം അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് 2-3 വർഷം അദ്ദേഹം ക്യാപ്റ്റൻ സ്ഥാനത്ത് കൊണ്ടു നടന്നതാണ്. പിന്നെ ഇപ്പൊ ചെന്നൈയുടെ ആണെങ്കിൽ പോലും ധോണി കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഋതുരാജ ക്യാപ്റ്റനെങ്കിൽ പോലും ഒരു ക്യാപ്റ്റൻസി കണ്ടിട്ട് തന്നെയാണ് ചെന്നൈ സഞ്ജുവിനെ ടീമിലോട്ട് എടുത്തത്. തീർച്ചയായിട്ടും. കാരണം സഞ്ജുവിന്റെ ഒരു സ്വപ്ന ഇന്നിങ്സ് ആയിരുന്നു. കാരണം സഞ്ജു ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 പേര് മഹേന്ദ്ര സിംഗ് ധോണിയും രോഹിത് ശർമ്മയും ഗാലറിയിൽ ഉണ്ടായിരുന്നു. സഞ്ജു തകർത്തടിക്കുമ്പോ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലേ. നമ്മള് മലയാളികൾക്കൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു രോമാഞ്ചം തരുന്ന. അത് മാത്രമല്ല സെലിബ്രിറ്റികളെ മിക്കവരും തന്നെ കഴിഞ്ഞ ദിവസം സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലുണ്ടായിരുന്ന കളിയാണ്. അപ്പൊ അവരൊക്കെ മുമ്പ് സഞ്ജുവിന് അത്ര മനോഹരമായ കളി കാണിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അതായത് ജയ്ഷയൊക്കെ കൈ അടിക്കുന്നുണ്ടല്ലേ, ജയ്ഷ അംബാനിയൊക്കെ നമുക്കൊരു പ്രൗഡ് മൊമെന്റ്. ജയ്ഷ ഫൈനലും സെമി ഫൈനലും വെസ്റ്റ് ഇൻഡീസ് എല്ലാ കളികളും ജയ്ഷ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള സൗരവ് ഗാംഗുലി ഉണ്ടായിരുന്നു കളി കാണാൻ. അപ്പം ഇവരെയൊക്കെ ഇത്രയും ലെജൻസ് ആയവരൊക്കെ മുമ്പിൽ സഞ്ജുവിന് ഇത്ര മനോഹരമായ കളി കളിക്കാൻ സാധിച്ചത് തന്നെ നല്ലൊരു കാര്യമാണ്. ഇപ്പോ മഹേന്ദ്ര സിംഗ് ധോണി വന്നു, രോഹിത് ശർമ്മ വന്നു, ജയ്ഷ, ഈ പറയുന്ന പോലെ സൗരവ് ഗാംഗുലി മുമ്പത്തെ ഗെയിമിൽ വന്നു, അംബാനി വന്നു, എല്ലാരും വന്നെങ്കിലും ഒരാളെ മാത്രം മിസ് ചെയ്യുന്നുണ്ട്, വിരാട് കോഹ്ലി.
എവിടെയാണ് വിരാട് കോഹ്ലി എന്നാണ് പറയുന്നത്. എവിടെയാ വിരാട് കോഹ്ലി? എവിടെയാണ് വിരാട് കോഹ്ലി? വിരാട് കോഹ്ലി എവിടെയോ വിദേശത്തൊക്കെ ഇറങ്ങാൻ പോയേക്കോന്നൊക്കെ പറഞ്ഞായിരുന്നു. വിദേശത്ത് ഇറങ്ങാനല്ല, പുള്ളിക്ക് എന്താ ബിസിനസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ആത്മീയ ജീവിതം തെരഞ്ഞെടുത്തോന്ന് അറിയില്ല. അർജിത് സിംഗ് ഒക്കെ അതായിരിക്കും. അല്ല, കാരണം അർജിത് സിംഗിന്റെ കാര്യം അറിയില്ലേ? അർജിത് സിംഗ് സ്വന്തം കരിയർ ത്യജിച്ചിട്ട് ഇപ്പൊ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിരാട് കോഹ്ലിയും ഏകദേശം ആ ഒരു ലൈഫൊക്കെ ചൂസ് ചെയ്യുന്ന പോലെയാണ് വിരാട് കോഹ്ലി ഒരു പോക്കെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, വിരാട് കാരണം കോഹ്ലിയുടെ അർജിത് സിംഗിന്റെ ഈ ഒരു വിടവാങ്ങലുണ്ടായപ്പോ തന്നെ വിരാട് കോഹ്ലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു, ഞാൻ ഭയങ്കരമായ ഫാനായി എന്നുള്ള ലെവലില്. കാരണം ഇപ്പൊ രോഹിത് ശർമ്മയോ സച്ചിനോ മറ്റോ ക്രിക്കറ്റ് കളി കഴിയുമ്പോൾ തന്നെ ഇന്ത്യക്ക് അപ്രിസിയേഷൻ പോസ്റ്റ് ഇടുന്ന പോലെ വിരാട് കോഹ്ലി ഇപ്പൊ കാണാറില്ല. കാണാറില്ല. വിരാട് കോഹ്ലി ഇപ്പൊ ഇന്ത്യ ജയിക്കുമ്പോൾ ഒന്നും വിരാട് കോഹ്ലിയുടെ പ്രതികരണങ്ങളോ വിരാട് കോഹ്ലിയുടെ ഒരു പോസ്റ്റോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയോ ഒന്നും വരാറില്ല. എവിടെയാണ് വിരാട് കോഹ്ലി എന്നുള്ളതാണ് ചോദ്യങ്ങൾ. അപ്പോ ഫാൻസുകാർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന അത് പോലെയാണ് കമന്റ് ഇടുന്നത്. അതങ്ങ് ലണ്ടനിലുണ്ടെന്നാണ്. ഫൈനലിലെങ്കിലും ഒന്ന് വിരാട് കോഹ്ലി വന്നിരുന്നെങ്കിൽ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം ജിഷ്ണു പറയുന്നത് വിരാട് കോഹ്ലി ലണ്ടനിലുണ്ട്. ലണ്ടനിലുണ്ടെന്നാണ്. ജിഷ്ണു ട്രാക്ക് ചെയ്തത്. അതെ. ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു. നമുക്ക് ഭാര്യയും ഉറപ്പില്ല. മൊത്തം കാരണം ലണ്ടനിലാണ് കാരണം അല്ലെ? അദ്ദേഹത്തിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ, കാരണം അവിടെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഫാൻസിന്റെ അങ്ങനെ വേറെ ഒരു ഫ്രീഡം നമുക്ക് ഇവിടെ നടക്കുന്ന ഒരു ഫ്രീഡം ആയിട്ട് നടക്കാനുള്ള ഇതൊക്കെയുണ്ട്. അങ്ങനെ കാരണം ഇത്രയും വർഷം അദ്ദേഹം ക്രിക്കറ്റിന് വേണ്ടി സ്ഥിര ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ 3 ഫോർമാറ്റിൽ ടെസ്റ്റിലാണെങ്കിലും 2020-ലാണെങ്കിലും ഏകദിനത്തിലാണ്. ഇപ്പൊ ഇനി അദ്ദേഹത്തിന് ഇപ്പൊ ഒരു കൊച്ചുണ്ടായി. ബ്രേക്ക് എടുക്കാം അല്ലെ? കൊച്ചുണ്ടായി. ഇപ്പൊ ഇനി ഫുള്ളായിട്ട് ഫാമിലിയുടെ കൂടെ തന്നെ ഒരു ഇത് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ. കാരണം ഇത്ര നാൾ അദ്ദേഹത്തിന് ഉണ്ടാക്കേണ്ട സമ്പാദ്യം എല്ലാം അദ്ദേഹം ഉണ്ടാക്കി. ഇന്ത്യക്ക് വേണ്ടി കളിക്കേണ്ടതല്ലാതെ ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടാൻ IPL കിരീടം കിട്ടി, ഏകദിന ലോപ്പ് കിട്ടി, 2020 വേൾഡ് കപ്പ് കിട്ടി, ഇതൊന്നും ചാമ്പ്യൻ നേടാനൊന്നും ട്രോഫി ഇല്ല കിട്ടി, അല്ലെ? ഏഷ്യൻ കപ്പ് കിട്ടി, എല്ലാം കിട്ടി. എല്ലാം കിട്ടി. ഇനിയിപ്പോ അദ്ദേഹത്തിന് കിട്ടാവൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് അങ്ങനെ കാരണം വിരാട് കോഹ്ലിനെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു കരിയറാണ്. കൂടുതൽ അപ്സ് തന്നെയാണ്. Ups ആണ്. കൂടുതലും പുള്ളിക്കാരന്റെ റേഞ്ച് ഒരു പ്രൈം തന്നെയാണെങ്കിൽ കൂടി ഒരു 1-2 വർഷം പുള്ളിക്കാരൻ താഴെ പോയിരുന്നു. വിരാട് കോഹ്ലിക്ക് വളരെ മോശം ഒരു സമയമായിരുന്നു. ഒരു മോശം സെഞ്ചുറി പോലും ഇല്ലാത്ത സമയത്ത്. പക്ഷെ സമയമായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വിരാട് കോഹ്ലി തിരിച്ചു വന്നു. അതെ. പ്രൈം ആയിട്ട് തന്നെ Prime തിരിച്ചു വന്നു. കാരണം തുടരെ സെഞ്ചുറികൾ അല്ലെ, തകർക്കാനുള്ള റെക്കോർഡൊക്കെ തകർക്കുകയാണ്. അതെ. സച്ചിന്റെ ഒക്കെ മറ്റേ 100 സെഞ്ചുറി എന്നുള്ള റെക്കോർഡൊക്കെ തകർത്തെറിഞ്ഞു അല്ലെ. വിരാട് കോഹ്ലിക്ക് ഇനിയും കളിക്കാം, കാരണം പുള്ളിക്കാരൻ ഇപ്പോഴും ഫോമിലാണ്. അതെ, സച്ചിന്റെ റെക്കോർഡുകൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് നിന്നത് വിരാട് കോഹ്ലി മാത്രമാണ് സത്യമായിട്ട്. ജോറൂട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജോറൂട്ടൊക്കെ പിന്നെ അങ്ങോട്ട് അതെ. അല്ലെ. പക്ഷെ വിരാട് കോഹ്ലി എന്തായാലും തിരിച്ചു വരട്ടെ. നമുക്കൊരു ഫൈനലിൽ വിരാട് കോഹ്ലിനെ കാണാൻ ഇനിയിപ്പോ പറ്റട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല കാരണം ഇനിയിപ്പോ രോഹിത് ശർമ്മയും ഇനിയിപ്പോ മഹേന്ദ്ര സിംഗ് ധോണിയും വന്നു സെമി ഫൈനലിൽ. അല്ല ഇനിയിപ്പോ മുമ്പോട്ടുള്ള കളിയിൽ വിരാട് കോഹ്ലിനെ കാണാം. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോ നമുക്ക് വരാനുള്ള 2027 വേൾഡ് കപ്പാണ്. അപ്പൊ അത് സംബന്ധിച്ച് ഇനിയിപ്പം BCCIക്ക് കൂടുതൽ ഇന്ത്യൻ ടീമിന് ഏകദിന മാച്ചസ് കൂടുതൽ കൊടുക്കും. 2020 മാച്ചസ് കുറച്ചിട്ട് ഏകദിന മാച്ചസ് കൂട്ടും. പിന്നെ അപ്പൊ മറ്റൊരു അന്നേരം തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും 2027 വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് വിരമിക്കത്തുന്ന വിരമിക്കുള്ള ഇതുണ്ട്. തോന്നുന്നുണ്ട്. അതെ, അപ്പൊ അതിനുവേണ്ടി എന്തായാലും അവർ ടീമിലോട്ട് ഉൾപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിപ്പോ രോഹിത് ശർമ്മ വന്നു, മഹേന്ദ്ര സിംഗ് ധോണി വന്നു. ഇനിയിപ്പോ ഫൈനലിൽ വിരാട് കോഹ്ലി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിത്ത് ഫാമിലി ഫൈനലിൽ ഗാലറിയിൽ വിരാട് കോഹ്ലി ഉണ്ടാവും എന്ന് മനസ്സ് പറയുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും 2020 വേൾഡ് കപ്പ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ ഇല്ലാതെ ഗാലറിയിൽ ഇരുന്ന് കാണുന്നത് അതെ. അല്ലേ. അപ്പൊ ആ ഒരു മൊമെന്റ് എന്തായാലും വിരാട് കോഹ്ലി വരുമ്പോൾ നമുക്ക് വളരെ ഒരു ഹൃദയസ്പർശിയായ മൊമെന്റ് ആയിരിക്കും. അതെ. കാരണം ഇവരൊക്കെ പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. സോ അങ്ങനെ ഒരു മൊമെന്റ് അടുത്തൊരു ഫൈനലിന്, നാളെ നടക്കാനിരിക്കുന്ന ഫൈനലിന് ഉണ്ടാവട്ടെ. അപ്പോൾ വിരാട് കോഹ്ലി അല്ല എന്തായാലും തിരിച്ചു വരും എന്ന് തന്നെ വിചാരിക്കാം. ആരാധകരുടെ ആ ഒരു ആവേശമാണ് ആരാണ് വിരാട് കോഹ്ലിനെ തെളിയിക്കുന്നത്. കാരണം വിരാട് കോഹ്ലിനെ രാജാവ് എന്നാണ് വിളിക്കുന്നത്, അതെ. കിങ് ഓഫ് King of. ഇന്ത്യൻ ക്രിക്കറ്റ് അല്ലേ. സച്ചിൻ ദൈവമാണെങ്കിൽ രാജാവാണ് വിരാട് കോഹ്ലി അല്ല അല്ലേ. ഫൈനലിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഫൈനലിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ് ആയിട്ടാണ് കളി. അപ്പൊ ആ ഒരു കളിനെ പറ്റി എങ്ങനെയാണ് വിശകലനം? ഇപ്പൊ ന്യൂസിലാൻഡ് ടീമിനെ വെച്ച് നോക്കുമ്പോൾ ന്യൂസിലൻഡ് ഭയങ്കര ഫോമിലാണ്. അതെ. അപ്പൊ അതിന് വിപരീതമായിട്ട് ന്യൂസിലൻഡ് ഏത് വലിയ സ്കോർ ഇട്ടാലും അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമായിട്ടാണ് ഇപ്പൊ ടീമുണ്ട്. അതിൽ നിൽക്കുന്നത്. ഏറ്റവും മികച്ചതാണ് ഫിന്നലൻ. ഫിന്നലനാണ് ഏറ്റവും ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ. കഴിഞ്ഞ കളി നമ്മൾ കണ്ടു. 13 ഓവറാണ് 192 റണ്ണം കണ്ട് ചേസ് ചെയ്തെടുത്തത്. 170 ഉണ്ടായിരുന്നു. 172. എത്രയാണെങ്കിലും ആ 13 ഓവർ എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം 33 ഓവറാണ് സെഞ്ചുറി അടിച്ചത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫിന്നലിനെ ഒതുക്കുകയാണ്. ഫിന്നലിനെ വിക്കറ്റ് എടുക്കുക. ബുംറയുണ്ട് അവരുടെ കാര്യം. പക്ഷേ തുടക്കത്തിൽ നല്ലൊരു വിക്കറ്റ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവ് ഇത് കിട്ടും. കാരണം ഫൈനലുള്ള ഒരു സമയത്ത് അത്ര പ്രഷർ കിട്ടാതെ. പിന്നെ മെയിൻ ആയിട്ട് അവരുടെ ബോളിംഗ് ആണെങ്കിൽ പോലും ഫെർഗൂസൺ, പിന്നെ സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കൂ. ഹെൻറി, സഞ്ജുവിന്റെ വിക്കറ്റ് എടുക്കൂ. മാർക്ക് ഹെൻറിയുടെ ഇപ്പം കുറച്ച് ഇന്നിങ്സ് ആണ്. അടിപൊളി ബോളിംഗ് ആണ്. അല്ല, ഫെർഗൂസൺ അല്ല സഞ്ജുവിന്റെ വിക്കറ്റ് സാധാരണ എടുത്തിരുന്നത്. സാധാരണ എടുക്കുക. പക്ഷെ നമുക്ക് സഞ്ജു തിരിച്ചടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ നോക്കാം എങ്ങനെയാവും കളി എന്നൊക്കെ. ന്യൂസിലൻഡിൽ ആരൊക്കെയാണ് നമുക്ക് വെല്ലുവിളി എത്തുന്ന ബാറ്റ്സ്മാൻമാര്? ന്യൂസിലാൻഡ് ഓപ്പണേഴ്സ് തന്നെ. കാരണം ടിൻസേഫായിട്ട് ഫിന്നലൻ ഇവര് നല്ലൊരു മികച്ച ഒരു ഓപ്പണിംഗ് പാർട്ട്നേഴ്സ് ആണ്. നല്ല മികച്ച ഒരു കളിയാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ രച്ചിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്പ്, മാർക്ക് ചാപ്മാൻ, ഡാരൻ മിച്ചല്, ജെയിംസ് നീഷം, മിച്ച് സാനർ വരെ അത്യാവശ്യം ബാറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്.
പിന്നെ കോർമോക്കെങ്കി, മാർക്ക് ഹെൻറി, ലോക്കി ഫെർഗൂസൺ, ആ 3 പേരാണ് അവർ ബോളിംഗ്. ആ ബോളിംഗ് ബോളിംഗില് മെയിൻ ആയിട്ട് അത്യാവശ്യം നല്ല ബോളിംഗ് ആണ് അവര്. പിന്നെ തീർച്ചയായിട്ടും പിന്നെ മിച്ച സാനർ അടിപൊളി സ്പിന്നറാണ്. അതുപോലെ ഗ്ലെൻ ഫിലിപ്സ് അദ്ദേഹം സാധനം നല്ല ബാറ്റ്സ്മാനും അല്ലേ? അതെ, ഗ്ലെൻ ഫിലിപ്സ് മികച്ച ഓൾറൗണ്ടർ ആണ്. തീർച്ചയായിട്ടും അപ്പം ഗ്ലെൻ ഫിലിപ്സിനെ ഒക്കെ പിടിച്ചിട്ട് വന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. കാരണം തീർച്ചയായിട്ടും അതുപോലെ മികച്ച ടീമാണ് ന്യൂസിലൻഡ്. അപ്പൊ ന്യൂസിലാൻഡ്. നാളെ നടക്കാനിരിക്കുന്ന, അതായത് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് T20 വേൾഡ് കപ്പ് ഫൈനൽ പോരാട്ടത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, സി യു.